ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക തയ്യാറാക്കാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ പൊറോട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റിന് ലഭിക്കുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു സവാള. ഇത് ഞാനൊരു 4 സവാള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ നേരിയ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 4 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ സ്റ്റൗ ടോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും അതേപോലെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് തന്നെ വെളിച്ചെണ്ണ എടുക്കണമെന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് കൂടുതലായിട്ട് തന്നെ എണ്ണൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണ എടുത്തതിന് ശേഷം ഇതിലിട്ടിട്ട് നമുക്ക് 2-3 ബാച്ചായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാതെ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആവും. ഇതിപ്പോൾ ഞാൻ 3 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം ഇതേ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകളും ഉണ്ടാക്കുന്നത്. അത് കാരണം നമ്മൾ കൂടുതലായിട്ട് എണ്ണ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ദാ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള സവാളയും നമുക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ മുഴുവൻ സവാളയും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ടുള്ള ചിക്കൻ 1 കിലോഗ്രാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് വാർത്തതിന് ശേഷമാണ് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ എത്രയും സമയം വെക്കുന്നത് നല്ലതാണ്. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ 10 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെച്ചാലും മതി. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. അതേപോലെ തന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്ത സമയത്ത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കയ്പ്പ് രുചി ഉണ്ടാവും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്ത അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തതും അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അത് കാരണം ഞാൻ 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എരിവുള്ള മുളകാണെങ്കിൽ 1 2 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം ഇതിൽ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നീട് നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് തന്നെ മതിയാകും. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അധികം പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടൂല. അങ്ങനെ ആകുമ്പോൾ ഒരു അല്പം വെള്ളം കുടഞ്ഞു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിനിടയിലൊക്കെ ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ച സവാള ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള ഇതിൽ നന്നായിട്ട് മിക്സാക്കുന്ന സമയത്ത് ഇതിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത്. ഇപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഏലം, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, അതേപോലെ തന്നെ വലിയ ജീരകം, കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം 1 ടീസ്പൂണും കുരുമുളക് 1 ടീസ്പൂണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അവസാനമായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഇതിൻ്റെ കൂടെ വേറൊരു കറിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഈ ചിക്കനുമ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.